ഒരു നാഷണൽ ഗവൺമെൻറ്, അതായത് ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാർ. അപ്പം ആ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന വാഗ്ദാനം, അവർക്ക് സ്വസ്ഥമായിട്ട് ഇന്ത്യയിൽ ജീവിക്കാം, അവർക്ക് ബാഹ്യ ഭീഷണിയില്ല, അവർ സ്വത്തിനും സമ്പത്തിനും അവരുടെ ജീവനും ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുക്കും. ഇവിടെ ഛിദ്രശക്തികൾ അവരെ ഒരു കാരണവശാലും മുന്നോട്ട് വരുവാൻ സമ്മതിക്കില്ല. ഇതൊക്കെയാണ് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന അജണ്ട. അതാണ് ജനാധിപത്യത്തിൻ്റെ കാതലായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള സംഭവം, അത് ഇന്നും അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. കേരളത്തിലുള്ളത് വർഗീയ തീവ്രവാദം, അതായത് മത തീവ്രവാദം കേരളത്തിൽ ശരിക്കും ഉണ്ട്. അത് കേരളത്തിൽ എല്ലായിടത്തും കയറിപ്പോയിട്ടുണ്ട്. ഒരു ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും അവരെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. പല രീതിയിലും സാമ്പത്തികമായിട്ട് പിന്തുണയ്ക്കുന്നു, മറ്റുള്ള രീതിയിൽ പിന്തുണയ്ക്കുന്നു, പൊളിറ്റിക്കലി പിന്തുണയ്ക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും പിന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ലീഗ്. ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഈ പറയുന്ന മുസ്ലിം മത തീവ്രവാദം, അതായത് ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നത് മുഴുവൻ ഫോർമാലിറ്റി മാത്രമാണ്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് കേരളത്തിൽ ഏകദേശം 140 പേരാണ് സിറിയയിലോട്ടും അഫ്ഗാനിസ്ഥാനിലോട്ടും ട്രെയിനിങ്, അതായത് ജിഹാദിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടി പോയത്. അതിനകത്ത് നേരത്തെ ഒരു അലിഗേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു, അതായത് റിലീജിയസ് ആയിട്ട് ഇവരെ കൺവേർട്ട് ചെയ്തിട്ട് അവരെ കൊണ്ടുപോകുന്നു. സത്യം തന്നെയാണ്, നമ്മൾ വീഡിയോ എല്ലാം കണ്ടതാണ്. അപ്പം അതിനെതിരെ പോലും CPM ആണെങ്കിലും കോൺഗ്രസ് പാർട്ടിയും പൂർണ്ണമായിട്ടും ഇതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ കേരളത്തിൽ വളർന്നു വന്ന ഏറ്റവും വലിയ ക്ഷുദ്രശക്തി തന്നെയായിരുന്നു PFI. അതിനെ ആരാണ് സപ്പോർട്ട് ചെയ്തത്? CPM ഒരു ഭാഗത്ത്, കോൺഗ്രസ്. അവരും ഈ പറയുന്ന രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. കേരളത്തിൽ എവിടെയാണ് ഇവർ അക്രമം ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത്? എന്താണ് ഇവർ ആലപ്പുഴയിൽ പറഞ്ഞൊരു പ്രകടനത്തിൽ പറഞ്ഞത്? എന്തുവാണ്? അതായത് കുന്തിരിക്കവും അവലും സംഭവം എല്ലാം അത് നശിപ്പിക്കും, ഇതാണ് ഇവർ പറഞ്ഞത്. ഒരു കോളേജ് അധ്യാപകൻ്റെ കൈവെട്ടുന്നു, ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ്റെ കൈവെട്ടുന്നു. അതായത് ആ മനസ്സിലാക്കുക, താലിബാൻ സംഭവം കേരളത്തിൽ കൊണ്ടുവന്ന് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിനെയും കേരളത്തിലെ CPM ആണെങ്കിലും ഈ കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും തള്ളിപ്പറഞ്ഞിട്ടില്ല. പിന്നീട് അതിനെ ബാൻ ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്നിട്ട് ഇവന്മാരെ പൊക്കിക്കൊണ്ടങ്ങ് പോവുക. അതിനുശേഷമാണ് ഇതൊന്ന് ഒതുങ്ങിയത്. അപ്പൊ ഇവിടുത്തെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഏറ്റവും വലിയ പ്രശ്നമാര്? ഈ പറയുന്ന തീവ്രവാദ സംഘടന തന്നെയാണ്. പിന്നീട് എന്താണ് ഏറ്റവും കൂടുതൽ നാഷണൽ സെക്യൂരിറ്റിക്ക് പ്രശ്നമുണ്ടാക്കുന്ന? ഇപ്പൊ കാശ്മീർ സംഭവം എടുക്കുക. കാശ്മീർ ഭീകരതയെ ഈ കോൺഗ്രസ് പാർട്ടിയും CPM തള്ളിക്കളഞ്ഞിട്ടില്ല. അവരിപ്പോഴും പറയുന്ന കാശ്മീർ എന്ന് പറയുന്നത് തീവ്രവാദികളുടെയാണ്. അത് പാകിസ്ഥാൻ അനുകൂലമായ സ്റ്റാൻഡാണ് എടുക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഏറ്റവും അവസാനം നടന്നത് പാലസ്റ്റീൻ ഇഷ്യൂ. പാലസ്റ്റീനെ പൂർണ്ണമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഹമാസ് എന്ന് പറഞ്ഞൊരു ഭീകര സംഘടന, അതൊരു ജിഹാദി സംഘടന, ഏകദേശം ഒരു സൂപ്പർവൈസർ ഒക്ടോബർ 7-ാം തീയതി 1200 പേരെ പോയി കൊല്ലുന്നു ഇസ്രായേലിനകത്തോട്ട് കയറിയിട്ട്. എന്നിട്ട് അതിനെ ഹമാസിനെ അനുകൂലിച്ചവരാണ് ഈ CPM-ന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും. അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തു. ഇനി കേരളത്തിലുള്ള വിചാരിക്കണം, എന്ത് സെക്യൂരിറ്റിയാണ് ഈ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയും ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങൾ അതിൻ്റെ പോസിറ്റീവായിട്ടോ നെഗറ്റീവ്, നിങ്ങൾ ഏത് രീതിയിലും ചിന്തിക്കുക. എന്ത് സെക്യൂരിറ്റിയാണ് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ്
പാർട്ടിയാണെങ്കിലും ചെയ്യുന്നത് ഇന്ന് വരെ തള്ളി പറഞ്ഞിട്ടില്ല. തീവ്രവാദ രീതിയിലുള്ള നിലപാടെടുക്കുന്നവര് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വോട്ടിന് വേണ്ടി മാത്രമാണ്. എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണം, അതിനുവേണ്ടി തീവ്രവാദ രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു, അവർക്ക് അനുകൂലമായ പൊളിറ്റിക്സ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പൊ എങ്ങോട്ടേക്ക് കേരളം പോകുന്നത്? അതിനുവേണ്ടി ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി, ലീഗ് എന്നൊരു പാർട്ടി കഴിഞ്ഞാൽ അവരുടെ അകത്ത് മുജാഹിദിനുമുണ്ട്, മറ്റേ ഇങ്ങനെയുള്ള തീവ്ര രീതിയിലുള്ളവരുമുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലോട്ട് കേരളത്തെ മാറ്റിയെടുത്തതിന്റെ കാരണക്കാരാരാ? കേരളം ഭരിച്ച ഇടതും ഈ പറയുന്ന കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നാണ് ഉണ്ടാക്കിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് PFI ബാൻ ചെയ്തപ്പോൾ അതിനകത്ത് വലിയൊരു ഭൂരിപക്ഷവും പോയേക്കുന്ന ഇടതുപക്ഷത്തിലോട്ടും കോൺഗ്രസിലോട്ടാണ്. ഇവരുടെ രീതി എന്തുവാ? ഇവര് പബ്ലിക്കായിട്ട് പരസ്യമായിട്ട് ഇത് കേരളം മുഴുവനും പറഞ്ഞൊരു മുദ്രാവാക്യമാണ്. അതായത് കേരളത്തിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളും കൊല്ലും, ആ രീതിയിലാണ് അവർ പറഞ്ഞത്. അതായത് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പറയുവാൻ അതിന് പോലും പറ്റില്ല. അപ്പൊ താലിബാൻ ആക്കാനല്ലേ ഇവർ ശ്രമിക്കുന്നത്. പിന്നീട് മറ്റൊരു രീതിയിലോട്ട് പറയുന്നു, താലിബാൻ വരുന്നു അഫ്ഗാനിസ്ഥാനില്, കൊച്ചുകുട്ടികളെ പെൺകുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു. അതിനെ ഇവിടുത്തെ ഇടതുപക്ഷവും കോൺഗ്രസ് പാർട്ടിയും എതിർത്തോ? എന്റെ ചോദ്യമാണ് സംഭവം. എതിർത്തോ? പൂർണ്ണമായിട്ട് ഇതിനെ തള്ളിക്കളഞ്ഞോ? ഇപ്പൊ കേരളത്തിലെ MM അക്ബറും മുജാഹിദും ബാലുശ്ശേരി അങ്ങനെയുള്ള പ്രഭാഷകരുണ്ട്, ഇസ്ലാമിക പ്രഭാഷകർ. അവരെന്താ പറയുന്നത്? പക്ക തീവ്രവാദ പറയുന്നത്. അവരെ എതിർത്തോ? എന്താ എതിർക്കാത്തത്? കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം ഈ രണ്ട് പാർട്ടിക്കകത്തും ഉണ്ട്. അതായത് ഇതേപോലെയുള്ള സ്ലീപ്പിംഗ് സെല്ല് ഈ പാർട്ടിക്കകത്തുണ്ട്. അതുകൊണ്ടാണ് എതിർക്കാത്ത. അതിന്റെ പേരിൽ എന്തുവാ ഇവിടെ വലിയ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഒറ്റപ്പെട്ടു പോകുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇതേപോലെയുള്ള രീതിയിൽ, അതായത് അന്തഛിദ്രമാക്കാനും ഭീകര പ്രവർത്തകരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന രീതിയിൽ, ഒരു ഭാഗത്ത് കാശ്മീർ ഭീകരന്മാരെ പിന്തുണയ്ക്കുന്നു, മറുഭാഗത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നു, അതായത് ഗ്ലോബലി ഹമാസിനെ പിന്തുണയ്ക്കുന്നു, ഹൂത്തികളെ പിന്തുണയ്ക്കുന്നു, അപ്പുറത്ത് ഹിസ്ബുള്ളെ പിന്തുണയ്ക്കുന്നു. എന്നിട്ട് പറയുന്ന സെക്യുലർ, എന്താ പേര് പറയുന്ന സെക്യുലർ, എന്താ ഇവരുടെ ഡിമാൻഡ് എന്തുവാ? ഇസ്ലാമിക രാജ്യം. അപ്പം ഇതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ക്രൈസ്തവരും മോദിയെ പിന്തുണയ്ക്കുന്നത്. ഇതാദ്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അങ്ങ് മനസ്സിലാക്കിയിരിക്കും. എന്തിനാണ് മോദിയെ പിന്തുണയ്ക്കുന്നത്? കാരണം മോദി ഇവരെ എല്ലാം ഒതുക്കും, ഈ സാധനത്തെ മോദി തൊലച്ച് നാശമാക്കും. കാരണം ഇത് ഓവറാകുന്നു, പലതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിലോട്ട് പോകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്ത് നിലയ്ക്ക് നിർത്തുവാൻ മോദിയെ കൊണ്ട് കഴിയുന്നു. അതുകൊണ്ടാണ് മോദിക്ക് പിന്തുണ ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടാകുന്നത്. അതിനിടയ്ക്ക് നിങ്ങൾ മണിപ്പൂർ എന്ന് പറയുന്നത് അത് വംശീയതയാണ്. നിങ്ങൾ അതും പറഞ്ഞ് പലയിടത്തും കയറാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ സെക്യൂരിറ്റി മോദിയുടെ കയ്യിൽ സുരക്ഷിതമാണ്. മോദി അധികാരത്തിൽ കയറി എത്ര ബോംബ് ബ്ലാസ്റ്റാണ് ഉണ്ടായത്. അല്ലായിരുന്നു കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ദിവസവും വിഷുവും ദീപാവലിയായിരുന്നു. അതിന്റെ കാര്യം എന്താ? മോദി വന്നപ്പോൾ നിന്നെയൊക്കെ പാഠം പഠിപ്പിച്ചു, നിനക്കൊക്കെ പേടിയായി. ഇതല്ലേ അതിന്റെ കാരണം. ആ ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കോൺഗ്രസിനേക്കാളും 100 മടങ്ങ് മെച്ചമാണ് മോദി. അതുകൊണ്ടാണ് മോദിയുടെ സപ്പോർട്ട് കൂടുന്നത്. അതാദ്യം മനസ്സിലാക്കുക.